മിക്കപ്പോഴും നമ്മൾ ഓവറായി പഴുത്തു പോയിട്ടുള്ള ഏത്തക്ക എടുത്ത് കളയുവാണ് ചെയ്യുന്നത് അല്ലേ. ഇനി കളയാൻ വരട്ടെ, നമുക്കതുകൊണ്ട് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഓക്കെ, അതിന് വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ പഴവും കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അതൊന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നമ്മളുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമായ മാവ് വേണം. നിങ്ങൾക്ക് ഇവിടെ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ എന്ത് വേണേലും എടുക്കാം. ഞാനിവിടെ ഗോതമ്പൊടി എടുത്തിരിക്കുന്നു. അതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും ജീരകവും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ആ തേങ്ങാക്കൊത്ത് നെയ്യോട് കൂടി തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ പഴവും ശർക്കരയൊക്കെ ചേർന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് ഈ ഒരു പാനിയിലാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നല്ല രീതിയിൽ തന്നെ ഏകദേശം നമ്മുടെ കൊഴുക്കട്ടയ്ക്കും നമ്മുടെ ഇലയടയ്ക്കും ഒക്കെ നമ്മൾ ഉണ്ടാക്കില്ല, ആ ഒരു പാകത്തിന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു വാഴ ഇലയിലേക്ക് നല്ല നമ്മളുടെ ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. അപ്പം നമ്മൾ അങ്ങനെ പരത്തി കൊടുക്കുന്ന അകത്ത് വേറെ ഫില്ലിങ്സ് ഒന്നും ആ സമയത്ത് വയ്ക്കുന്നില്ല കേട്ടോ. ഇത് മാത്രമാണ് വയ്ക്കുന്നത്. ഇത് മാത്രമാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമൊക്കെ കാണും കേട്ടോ. അപ്പം ഞാൻ ഒരു വാഴയില എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് പരത്തിയിട്ട് അതൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. 2ആയിട്ടോ 3ആയിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും എല്ലാം മടക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എല്ലാം തന്നെ ആ ഒരു വാഴയിലേക്ക് ചെറുതായിട്ട് നെയ്യ് തേച്ചിട്ട് അങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ജാലിയുള്ള നന്നായിട്ട് കിഴുത്തുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ അപ്പച്ചമ്പ് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ അത്ര ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്തിരിക്കും. അപ്പോൾ അതേ നല്ലതായിട്ട് ആവി കയറി കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.